നിങ്ങൾക്കിവിടെ കാണാം കാജല് ചോക്കോസ് കുട്ടികൾക്ക് നൽകുന്നതിൻ്റെ ഹെൽത്തി ബെനിഫിറ്റ്സിനെ പറ്റി, മൾട്ടിഗ്രെയിൻ ചോക്കോസിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഇവിടെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് കാജൽ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാന കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ കണ്ടന്റാണ്. അതിൻ്റെ പുറകുവശത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പോർഷൻ ചോക്കോസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 27.5 ഗ്രാമാണ് പഞ്ചസാര അടങ്ങിയിരിക്കുന്നത്. കുട്ടികളുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിൽ ഉയർന്ന അളവ് പഞ്ചസാര മാത്രമല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, പാം ഓയിൽ വളരെ ഉയർന്ന അളവിൽ, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മൈദയുടെ കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഈ കെലോഗ്സിനകത്ത് നൽകുന്നത്. ഇത് നൽകുന്നത്, ഈ പ്രിസർവേറ്റീവ്സിന്റെ കോമ്പിനേഷൻ നൽകുന്നത് കുട്ടികളുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഷുഗറിന്റെ ലെവൽ ഉയർത്തുന്നതിന് കാരണമാകും. മാത്രമല്ല, ഇപ്പോൾ പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് നിങ്ങൾ ഇത്തരത്തിൽ ചോക്കോസ് ഒക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത്, പരീക്ഷാ ഹാളിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഊർജ്ജത്തോടുകൂടി പഠിക്കാനും സാധിക്കില്ല, മറവി ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും. കൂടാതെ ഈ ഇൻസുലിൻ സ്പൈക്സ് കുട്ടികൾക്ക് വണ്ണം വയ്ക്കുന്നതിന് കാരണമാകും. ചെറിയ കുട്ടികൾ പൊണ്ണത്തടി കാരണത്തിന് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് നൽകാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നട്ട്സ്, സീഡ്സ് പോലുള്ളത്, പയറ്, കടല, പരിപ്പ്, മുട്ട, മീന്, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് ചാള, ചൂര, അയല പോലുള്ളവ, നട്ട്സ്, ബദാം, വാൽനട്ട് പോലുള്ളവ, ചിയ സീഡ്സ് പോലുള്ളവ കുട്ടികൾക്ക് നൽകാൻ ശ്രമിക്കുക. കാരണം കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് ഇത്തരത്തിലുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളല്ല, പകരം ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ബെറീസ് ആണ്, നെല്ലിക്ക, സ്ട്രോബെറി, ബ്ലൂബെറി പോലുള്ളവ കുട്ടികൾക്ക് നൽകാനായിട്ട് നോക്കുക. ഫ്രൂട്ട്സ് നൽകാം, ജ്യൂസ് ആക്കാനായിട്ട് ശ്രമിക്കരുത്. കുട്ടികൾക്ക് മീന്, ഇറച്ചി എന്നിവ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് കറി വെച്ച് നൽകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ.